So hi all, good morning. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരുപാട് തരത്തിലുള്ള ഡാറ്റകൾ അതിൻ്റെ അകത്ത് മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം അവിടെ ആക്ച്വലി നിങ്ങൾ കവർ ചെയ്യേണ്ടത് മോർട്ടാലിറ്റി റേറ്റ്, മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇത്രയും മാത്രമല്ല, വേറെ കുറേ ഡാറ്റകളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു കവർ PLFS ഡാറ്റ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റ, EPWRF ഡാറ്റ ആൻഡ് RBI മോണിറ്ററി പോളിസീസും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും സ്റ്റേറ്റ്മെന്റ് വൈസിലാണ് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത്. അപ്പൊ ഈ ഡാറ്റയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ യു ഹാവ് ടു ലേൺ ഇറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. 5th സർവേ ആണത്. അതുമായി റിലേറ്റ് ചെയ്യുന്ന ഡാറ്റയാണ് ഫുള്ള് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. സോ NFS എന്ന് പറയുമ്പം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അതാണ് ഇതിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഇത് ആക്ച്വലി ഒരു ലാർജ് സ്കെയിൽ സർവേ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ടോ അത്രയും പോപ്പുലേഷന്റെ എൻറ്റയർ ആയിട്ടുള്ള ഡാറ്റയാണ് NFHS പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ഇത് കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ആക്ച്വലി ഇവിടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി നോഡൽ ഏജൻസി ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ് ആണ് ബേസിക്കലി ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാനായിട്ടും സർവേക്ക് ആവശ്യമായിട്ടുള്ള എയ്ഡ്, അഡ്വൈസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ്. ബേസിക്കലി നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേന് 2 ഗോൾസ് ആണുള്ളത്. അതിൽ ബേസിക്കലി ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി നീഡ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. ഓരോ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് സൊല്യൂഷൻ മാർക്ക് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധിയൊക്കെ പോലെയുള്ള എന്തെങ്കിലും ഒരു കെലാമിറ്റീസ് വരികയാണെന്ന് വിചാരിക്കുക, അപ്പോഴും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേക്ക് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വരുന്നത്. അവര് തന്നെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഏത് കുടുംബത്തിലാണ് വളരെ വലിയ രീതിയിൽ പാൻഡമിക് സിറ്റുവേഷൻ എഫക്ട് ചെയ്തിട്ടുള്ളത്, ഏത് ഫാമിലിനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഇവര് തന്നെയാണ്. ഇനി ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ എന്തൊക്കെ ഡാറ്റാസാ പ്രൊവൈഡ് ചെയ്യാ വെച്ചാൽ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ, ദെൻ കംസ് ഇൻഫന്റ് മോർട്ടാലിറ്റി ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ, പിന്നെ പറയുന്നത് ഫാമിലി പ്ലാനിങ്. നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചൈനയൊക്കെ മറികടന്നു കഴിഞ്ഞു അല്ലെ പോപ്പുലേഷൻ. പക്ഷെ 2011 സെൻസസിൽ 121 കോടി ജനങ്ങൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ ബേസിക് ആയിട്ടുള്ള കൺസിഡറേഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഫിഗർ ഒക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഫിഗേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. എന്നിരുന്നാലും അവിടെ ബേസിക്കലി പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലി പ്ലാനിങ് മെഷർ ആണെങ്കിലും ഫാമിലി പ്ലാനിങ്ങിന്റെ ഏരിയ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ മേഖലയിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഫാമിലി പ്ലാനിങ്ങിന് ഉണ്ട്. കാരണം ഈ ഒരു ഫാമിലി പ്ലാനിങ്ങിലൂടെയാണ് എങ്ങനെ പോപ്പുലേഷനെ നമ്മൾ കർട്ടെയിൽ ചെയ്യണം, കൺട്രോൾ ചെയ്യണം മുതലായ കാര്യങ്ങളെ കുറിച്ച് അവരെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് അത് മൊബിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ക്രിയേറ്റഡ് ആകും. നെക്സ്റ്റ് കംസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കറിയാം നല്ല, അതായത് അമ്മ നല്ല രീതിയിൽ ആരോഗ്യവതിയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കംസ് ന്യൂട്രീഷണൽ ഫെസിലിറ്റി, നല്ല ന്യൂട്രീഷണൽ കോൺസെപ്റ്റ്സ് നമുക്ക് കിട്ടുക, നല്ല ഫുഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ദെൻ കംസ് അനീമിയ ആണോ, അനീമിക് ആണോ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ഓപ്ഷൻസ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത്.
നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഹെൽത്ത് പൊട്ടൻഷ്യാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. ആ ഹെൽത്ത് കണ്ടീഷൻസ് മാക്സിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനോ സാധിക്കില്ലെങ്കിൽ അത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കും. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ 2019 അഞ്ചാമത്തെ സർവേ 2019-2020 ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 7 lakh ഇൻഡിവിജ്വൽസിന്റെ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കളക്ട് ചെയ്തിട്ടുള്ളത്. 67 ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ചോദിക്കൂ കേട്ടോ. 67 ഇൻഡിക്കേറ്റേഴ്സ് 7 lakh പീപ്പിളിന്റെ ഡാറ്റയുമാണ് നമ്മൾ ഇവിടെ ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി നമ്മളിവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. നമ്മൾ ഇത് പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 6.37 എന്നാണ് അവർ അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. ആൻഡ് 6.7 എന്നുള്ള കൺസിഡറേഷനിൽ തന്നെ എടുത്താൽ മതി. ഇവിടെ ടോട്ടൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് 707 ഡിസ്ട്രിക്ട്സിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡാറ്റ അസിമിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എത്ര വിമൻ കാറ്റഗറിയിൽ നിന്നും ഡാറ്റ എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7,24,115 വിമൻ കാറ്റഗറിയിൽ നിന്നും 1,01,839 മെൻ കാറ്റഗറിയിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡാറ്റ അസിമിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ ഫിഗേഴ്സ് ആയി നോക്കുകയാണെങ്കിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയില് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് വിമൻ കാറ്റഗറിയിൽ 1020 ആണ്, 4,000 മെൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ 1881 സെൻസസ് കഴിഞ്ഞതിൽ പിന്നെ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കാണപ്പെട്ട ഒരു സർവേ ആയിരുന്നു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്നത്. 2005-2006 പീരീഡില് നമ്മുടെ സെക്സ് റേഷ്യോ പറയുന്നത് 1000 ഫോർ വിമൻ ആസ് വെൽ ആസ് മെൻ കാറ്റഗറി ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ വി ഹാവ് ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ബേസിക് ആയിട്ട് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോസ് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സ്പെക്ടഡ് ടു ബി ബോൺ ടു എ വിമൻ ഡ്യൂറിംഗ് ഹർ റീപ്രൊഡക്റ്റീവ് ടൈം. 15 മുതൽ 49 വയസ്സ് വരെയുള്ള പീരീഡിനെയാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 15 മുതൽ 49 വരെ ഉള്ള ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ടൈമില് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ജനിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി അവിടെ വരുന്നത് എന്താണ്, അത് കുറഞ്ഞിരിക്കുന്നു. കാരണം നമുക്കറിയാം പലതരത്തിലുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പോളിസീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള സംവിധാനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി പ്ലാനിങ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷനുമാണ്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ബേസിക്കലി നമ്മളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞതായിട്ട് കാണിക്കുന്നത്, ഒരു കൺസർവേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പം മിസ്റ്റർ ആൻഡ് പുരിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ എക്കോണമിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഫാമിലി പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് നടപ്പിലാവാത്തതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതായത് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുക വെക്കുമ്പോൾ എന്റെ വീട്ടിൽ കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളൊരു തോട്ടാണ് ഈ ഓരോ ഇൻഡിവിജ്വൽസിനും ഉള്ളത്. ആൻഡ് ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. നെക്സ്റ്റ് കംസ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 1 year per 1000 live births. അതായത് 1000 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബേസിക്കലി പറയുന്നത് എന്താണ്, ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരണപ്പെടുന്നു, ദാറ്റ് ഈസ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് തന്നെയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. നമുക്കറിയാം പോപ്പുലേഷന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ഉത്തർപ്രദേശും വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എപ്പോഴും നമ്മളോട് കമ്പാരിസണും സ്റ്റേറ്റ്മെന്റ് വൈസും ചോദിക്കാൻ സാധ്യത ഉത്തർപ്രദേശ് ഡാറ്റ വെച്ചിട്ടാണ്.
അപ്പൊ നോക്കുകയാണെങ്കിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇത് 50.4 ആണ്. ഇന്ത്യയുടെ കേസിൽ 35.2 ആണ്. ഇത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരമുള്ള റിപ്പോർട്ടാണ്. ഇനി നമുക്ക് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 59.8 ആണ്, അവിടെ 41.9 ആണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഡയറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്ന ഓപ്ഷൻ നോക്കിയാൽ ഇത് 6.1 ഇത് 11.3 ഇനി ചിൽഡ്രൻ അണ്ടർ 5 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 39.7 ഇവിടെ 35.5 ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഫോളിക് ആസിഡ് ഫേസ് ചെയ്തിട്ട് മരിക്കുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ പറയാണ് ഫോളിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സെഷൻസ് നോക്കിയാൽ ഉത്തർപ്രദേശിൽ 22.3, സ്ത്രീകളില് 44.1 ആണ് ഇന്ത്യയുടെ കേസിൽ. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സ്വാപ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺസിഡറേഷൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതെല്ലാം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പൊ ഫോളിക് ആസിഡ് ഒക്കെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. അപ്പം അവിടെ നമ്മളുടെ ഇപ്പം ഇന്ത്യയുടെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. മറ്റു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ കേരളത്തിലേക്ക് പോയാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, എന്നിരുന്നാലും ഉത്തർപ്രദേശിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ പോപ്പുലേഷൻ കൂടുതലാണ്, പക്ഷെ സ്റ്റിൽ അവിടെയുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെയധികം പുവർ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇനി നിയോനാറ്റൽ നോക്കുവാണെങ്കിൽ നിയോനാറ്റലിന്റെ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിയോനാറ്റൽ 30% ഡിക്രീസ് ചെയ്യാണ് നമുക്ക് ബേസിക്കലി വന്നിരിക്കുന്നത്. ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് പ്രഗ്നൻസിക്ക് ശേഷം നമ്മൾ ഒരു 42 ദിവസം, അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 42 ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അതാണ് ദാറ്റ് ഇസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. സോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 2017-19 അത് 103 ആണ്. ആൻഡ് 2016-18 അത് ഉണ്ടായിരുന്നത് 113 ആണ്. അപ്പൊ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് നമുക്കൊരു പരിധി വരെ ഇതിനൊരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു കർട്ടെയിൽമെന്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഡിസ്ട്രിക്ട്സ് ഉണ്ട്, അവർക്ക് പലതരത്തിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട് വിത്ത് ഹൈ ലെവൽസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ബീഹാർ, ഒഡീഷ, ആസാം. ഇതെല്ലാം ബേസിക്കലി എന്താണ് ഹൈ ലെവൽസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഏരിയാസ് ആണ്. ആൻഡ് ബേസിക്കലി 100 to 130 ആണ് നമ്മളുടെ പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, അതുപോലെ വെസ്റ്റ് ബംഗാളിലൊക്കെ വരുന്നത്. ആൻഡ് വെരി ലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഹരിയാനയിലും കർണാടകയിലുമാണ്. ഇനി നമ്മള് ചിൽഡ്രൻസ് ന്യൂട്രീഷണൽ ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കുട്ടികളുടെ ന്യൂട്രീഷണൽ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. സോ ന്യൂട്രീഷണൽ ഫെസിലിറ്റിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റണ്ടിങ് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് 38% നിന്നും 36% ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കുട്ടികളുടെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് മൊബിലൈസ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ആംപിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ഡെവലപ്മെന്റൽ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ ഫെസിലിറ്റി ആണെങ്കിലും അതേപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഫെസിലിറ്റി 12 മുതൽ 23 മന്ത് ആയിട്ടുള്ള കുട്ടികളുടെ കൺസിഡറേഷനിലേക്ക് നമ്മൾ നോക്കിയാൽ അത് 62% നിന്നും 76% വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലേക്കും എന്താണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തരും. അതിന്റെ അകത്ത് ഇത്ര വയസ്സിൽ ഇത്ര കുത്തിവെപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ബേസിക്കലി തരുന്നുണ്ട്. പണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒന്നും, അതിപ്പോ പാരന്റ്സ് എല്ലാവരും പറയണ പണ്ട് അത്രയും കുത്തിവെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾക്ക് ഭയങ്കര കുത്തിവെപ്പുകളാണ് ഡെലിവറി കഴിഞ്ഞാലത്. പക്ഷെ അതെന്താ ബേസിക്കലി ചെയ്യുന്നത്, അവർക്ക് അസുഖം ഇല്ലാണ്ടാക്കുക, അവരെ ബേസിക് ആയിട്ട് എല്ലാ മേഖലയിലും ഒന്ന് പിടിച്ചുയർത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു ഹെൽത്ത് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അസുഖം ബാധിച്ച് വലിയ രീതിയിൽ പണ്ടൊക്കെ ക്രോണിക് ആയിട്ട്
അസുഖം ബാധിച്ച് മരിച്ചിരുന്ന ഏരിയയിൽ ഇന്ന് കുട്ടികളുടെ അസുഖം കുറവാണ്. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഏരിയ കൊണ്ടാണ്. ഇനി അനേമിക് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അനേമിക് സിറ്റുവേഷൻ 58.6% നിന്നും 67% കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ അനേമിക് ആണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് പ്രിഫറൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഇൻടേക്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് അറ്റയർ ചെയ്യാനോ ഒന്നും നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ അതും എന്തിനുള്ള കാരണമായി സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നയിച്ചു. അപ്പൊ വിമൻ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അത് 53.1% നിന്നും 57% വർദ്ധിച്ചിരിക്കുന്നത്. മെന്നിന്റെ കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 22.7% നിന്നും 25% വർദ്ധിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബേസിക്കലി ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് അധ്വാനമില്ല, അത് മാത്രമല്ല നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നമുക്ക് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇംപെർഫെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു പരിധി വരെ കർട്ടെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളവരുടെ എണ്ണം. ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ജൻധൻ യോജന ആണെങ്കിലും എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാവരെ കൊണ്ടും എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യുക. ഫുള്ളി ആയിട്ടുള്ള നമ്മളെ കേരളത്തിലെ എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്ത അല്ലെങ്കിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്സ് ഉള്ള ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതേപോലെ എല്ലാ രീതിയിലും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, മാക്സിമം ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും ബേസിക് ആയി വരുന്ന കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് കേസിൽ വിമൻ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 53% നിന്നും 79% ബാങ്ക് അക്കൗണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 70% ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നതിനും ബേസിക്കലി എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഒരു ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെനൻസ് എന്ന് പറയുന്നതും വർദ്ധിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബീഹാറിനും അതേപോലെ തന്നെ മേഘാലയക്കുമാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഹയസ്റ്റ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബീഹാറിനും മേഘാലയക്കുമാണ് വരുന്നത്. ഏറ്റവും കുറവ് വരുന്നത് ലോവസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ സിക്കിമിനും അതേപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനുമാണ്. റൂറൽ ഏരിയസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അത് 3.7% ആയിരുന്നു 1992-1993. അത് 2.1% ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് 2019-21 2.1% ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതും എന്ത് തന്നെയാണ്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസി. കാരണം നമുക്കറിയാം പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിച്ചു പോവുക എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എല്ലാം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഫുഡ് വേണം, ക്ലോത്തിങ് വേണം, ഷെൽട്ടർ വേണം. സോ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് പ്രോബ്ലംസ്. അത് എല്ലാത്തിനെയും മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും നമുക്ക് എന്തല്ല, അത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വിമൻ സെക്ഷൻ ആയാലും മെയിൽ സെക്ഷൻ ആയാലും എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഇൻവോൾവ്മെന്റിലൂടെയാണ് ബേസിക്കലി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? എല്ലാവരെയും കൈപിടിച്ച് ഉയർത്താനായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു അപ്ലിഫ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് EPWRF ആണ്. അതിന്റെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. EPWRF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is Economic and Political Weekly Research Foundation. അതാണ് ഇതിന്റെ പേര്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ ശേഖരിക്കുക, അതേപോലെ തന്നെ ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് EPWRFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് 1993 ഇത് ഫോർമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ലോങ് ടേം ഡാറ്റയ്ക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഓവർ എ ടൈം പീരീഡിൽ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ
ആ പെർട്ടിക്കുലർ വേരിയബിൾ, ലെറ്റ് ഇറ്റ് ബി എക്കണോമിക് ഇൻഡിക്കേറ്റർ, ലെറ്റ് ഇറ്റ് ബി ദ സോഷ്യൽ ഇൻഡിക്കേറ്റർ, ഓർ ബി ദ പൊളിറ്റിക്കൽ ഇൻഡിക്കേറ്റർ, ഈ ഇൻഡിക്കേറ്റേഴ്സിന് എല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹൗ ഇസ് ഇറ്റ് ഫങ്ഷനിങ്, ഇസ് ഇറ്റ് ഫങ്ഷനിങ് ഇൻ എ പോസിറ്റീവ് മാനർ, ദർ ആർ സർട്ടൻ ലെവൽസ് ഓഫ് what displacements, ഇതിനൊക്കെയാണ് അവരവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റ്സ് എന്താ, പ്രിൻസിപ്പിൾസ് എന്താ, മെത്തേഡ്സ് എന്താ എന്ന് മാത്രം പറയുകയല്ല ചെയ്യുന്നത്, വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കൺസേൺസിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അവിടെ ബേസിക് ആയിട്ട് നമുക്ക് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, സെക്ടറൽ ഡാറ്റ കോമ്പോസിഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ അറ്റയർ ചെയ്യാനായിട്ടും സാധിക്കുന്നു. അപ്പൊ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആണ് ഈ ഒരു EPWRF എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ബേസിക്കലി എന്തിനാ സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, EPWRFന്റെ ഗുണം അല്ലെങ്കിൽ EPWRFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മന്ത്ലി എക്കണോമിക് റിവ്യൂ നടത്താനായിട്ട്, അതായത് നമുക്ക് ഓരോ മാസത്തിലും എങ്ങനെയാണ് ട്രെൻഡ് പാസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ആ ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ എവിടെയാണ് ഇംപെർഫെക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഏത് മാർക്കറ്റ് നെറ്റ്വർക്കിലാണ് പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് പീരിയോഡിക് റിവ്യൂസ് ആണ്. നാഷണൽ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ, EPWRF പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. there comes നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് ഇവരുടെ പബ്ലിക്കേഷൻ ആണ്. അപ്പൊ ചിലപ്പോ ഒരെണ്ണം എടുത്തിട്ട് ഇത് ആരുടെ പബ്ലിക്കേഷൻ ആണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അടുത്തത് വരുന്നത് there comes ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. then comes ഫിനാൻസസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. then comes പ്രോഗ്രസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. then അഗ്രികൾച്ചറൽ ഡാറ്റ ഡിസ്ട്രിക്ട് വൈസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഡിസ്ട്രിക്ട് വൈസ് ഉള്ള അഗ്രികൾച്ചറൽ ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. then ഹൗസ്ഹോൾഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബേസിക്കലി നമുക്ക് എന്താ വെച്ചാൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവ്സിലേക്ക് പോയിട്ട് ഹൗ ദ ഡാറ്റ സിൻക്രണൈസ്ഡ് എന്നുള്ളതിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ EPWRF എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഇതിന്റെ ഫുൾ ഫോം ചോദിക്കും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതിന്റെ കൺസിഡറേഷൻസ്, അതായത് EPWRFല് നമ്മൾ ബേസിക്കലി പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്. there comes നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, ഫിനാൻസസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, പ്രോഗ്രസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, അഗ്രികൾച്ചർ ഡാറ്റ ഡിസ്ട്രിക്ട് വൈസ്, ഹൗസ് ഹോൾഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ കീഴിൽ വരുന്നത്, which is very very important. next comes periodic labor force survey. periodic labor force survey എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഏപ്രിൽ 2017 നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള വളരെ ഓതന്റിക് ആയിട്ടുള്ളത് പോസ്റ്റുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് ബേസിക്കലി NSSO ആണ് ഇത് കവർ ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ബേസിക്കലി എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഫിഗർ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അർബൻ ഏരിയാസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് Jan-March 2023 to 2024 ഡാറ്റ എടുത്താൽ 6.8% നിന്നും 6.7% നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഫീമെയിൽസിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ Jan 2023 to March 2024 ആണ്. ഫീമെയിലിന്റെ റേറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് 9.2% നിന്നും 8.5% ആയി കുറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ക്ലൗഡിയ ഗോൾഡിന്റെ. അപ്പം അതിലും പറയുന്നത് എന്താ വെച്ചാൽ ഫീമെയിൽസ് കൂടുതലായിട്ട് ടെർഷ്യറി സെക്ടറിലേക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും
കുതിച്ചുചാട്ടം കാണിക്കുന്നു. എന്നാൽ അഗ്രികൾച്ചറൽ മേഖലയിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ സ്റ്റിൽ ലേ ബിഹൈൻഡ്. അത് അവർക്ക് അതേറിയാനായിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻകറൻസിലേക്ക് മൂവ് ചെയ്യാനായിട്ടോ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് അബൌട്ട്. അപ്പൊ നമുക്ക് ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ആൻഡ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. ഇനി നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിലേക്ക് നോക്കിയാൽ അർബൻ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് അതിന് 48.5% നിന്നും എല്ലാം 23-24 ആണ്, 50.2% ആയിട്ട് വർധനവ് വന്നിട്ടുണ്ട്. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 22.7% നിന്നും 25.6% ആയിട്ട് വർധനവ് തന്നെയാണ് വന്നത്. ഫീമെയിൽസിന് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അവര് പ്രൈമറി മേഖലയിൽ അത്രയും പോസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ പ്രൈമറി മേഖലയിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. പക്ഷെ വെൻ കമ്പയർഡ് വിത്ത് ദ സെക്കൻഡറി ആസ് വെൽ ആസ് ദ സർവീസ് സെക്ടർ മേഖല അവരുടെ പാർട്ടിസിപ്പേഷനിൽ ശരിക്കും ഒരു ഹൈക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാമ്പിൾ സൈസ് എടുക്കുന്നത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വരാം. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ 44,598 ആണ്. മൊത്തം നമ്മൾ സർവേ ചെയ്ത ആൾക്കാരുടെ എണ്ണം 1,69,459 ആണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അതായത് വർക്കിംഗ് ഏജ് ഉണ്ട്, 15 മുതൽ 64 വയസ്സ് വരെയുള്ളവരെയാണ് വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിംഗ് ഏജിന്റെ ഉള്ളിൽ ജോലി നോക്കുന്നതോ അല്ലെങ്കിൽ നോക്കിയിട്ട് ലഭിക്കാത്തതോ ആയിട്ടുള്ള എൻ്റെ സെറ്റ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെ കീഴിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെ കീഴിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ജോലി അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതോ ആയിട്ടുള്ള എൻറ്റയർ സെറ്റ് ഓഫ് ആൾക്കാരെയാണ്. വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ടോട്ടൽ പോപ്പുലേഷനില് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പോപ്പുലേഷനില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൊണ്ട് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാരെ, അതായത് നമുക്ക് ബേസിക് ആയിട്ട് ജോലിക്ക് ആവശ്യമുണ്ട് അല്ലെ ജോലി ചെയ്യണമെന്ന് അത്തേറൻസ് ഉണ്ട്, പക്ഷെ ജോലി ചെയ്യാത്ത ആൾക്കാരെയാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിൽ പെടാത്തത് ഏതാ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, യു ഹാവ് ദ വീക്ക്ലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ആൻഡ് ദെൻ ദർ കംസ് കറണ്ട് ഡെയിലി സ്റ്റാറ്റസ്. ഇത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ഇവിടെ ആദ്യം വരുന്ന യൂഷ്വൽ സ്റ്റാറ്റസ് ആണ്. ഇത് ഏറ്റവും ലോവസ്റ്റ് മെഷർ ആണ്. നമ്മൾ അൺഎംപ്ലോയ്മെന്റ് കണക്കാക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ഫിഗേഴ്സ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെന്റിൽ ആയിരിക്കും. അതായത് ഇയർ വൈസ് ആണ് നോക്കുന്നത്. ഒരു വർഷം എടുത്ത് നോക്കുന്ന സമയത്ത് ആ വർഷത്തിൽ എത്ര ദിവസം ഒരു വ്യക്തി എംപ്ലോയിഡ് അല്ല എന്ന് നോക്കുന്നതിനെയാണ് ഈ ഒരു യൂഷ്വൽ സ്റ്റാറ്റസ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എംപ്ലോയിഡ് ആവാതിരിക്കില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്കാ റെപ്രസെന്റേഷൻ ആണ്, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഒന്നും അവിടെ സാധ്യമല്ല. നെക്സ്റ്റ് കംസ് വീക്ക്ലി സ്റ്റാറ്റസ്. വീക്ക്ലി സ്റ്റാറ്റസിലേക്ക് പോവാണെങ്കിൽ വീക്ക് വൈസ്, പേര് പറയുന്ന പോലെ തന്നെ വീക്ക് വൈസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ജോലി ഇല്ലാത്ത കണ്ടീഷൻസ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മള് വീക്ക്ലി അൺഎംപ്ലോയിഡ് ആണ് ആ പേഴ്സൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കറണ്ട് ഡെയിലി സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈച്ച് ഡേ ആണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 1 വീക്ക് എന്ന് പറയുമ്പം ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ജോലി ചെയ്താൽ ആ വ്യക്തി അൺഎംപ്ലോയിഡ് അല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ ഡെയിലി വൈസ് വരുന്ന സമയത്ത് നോർമലി ഇഫ് എ പേഴ്സൺ വർക്ക് ഫോർ 4 hours or more during a day he is considered as a employed എന്നാ പറയുന്നത്. അതായത് മിനിമം 4 hour വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എംപ്ലോയിഡ് ആണ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പറയാം. അതായത് ജോലി ഉണ്ട് എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ വർഷത്തിൽ
1 മണിക്കൂറെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഗുഡ്, അദ്ദേഹം അൺഎംപ്ലോയിഡ് അല്ല. ഇവിടെ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തല്ല, അൺഎംപ്ലോയിഡ് അല്ല. എന്നാൽ കറന്റ് ഡെയിലി സ്റ്റാറ്റസിൽ പറയുന്നത് എന്താ, ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി എന്താ, അൺഎംപ്ലോയിഡ് ആണ് എന്നാണ്. അപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരിക്കും പറയുന്നത് സ്റ്റഡീസ് എല്ലാം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കറന്റ് ഡെയിലി സ്റ്റാറ്റസ് ആണെന്നാ. കാരണം അവിടെ ഒരു വ്യക്തിയുടെ ഡെയിലി അപ്ഡേഷൻ നടക്കുകയാണ്. മറ്റേതുപോലെ അല്ലെങ്കിൽ അവിടെ കൃത്യമല്ലാത്ത രീതിയിലുള്ള ഒരു ടാബുലേഷനിലേക്കല്ല പോണത്, ഡെയിലി ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ജാൻ മാർച്ച്, അതാണ് ഫൈനൽ റിപ്പോർട്ട്. 2024 കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ബേസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് 50.2 ആണ്. ഇത് 2023 കണക്കില് 48.5% ആയിരുന്നു. 15 മുതൽ 64 വയസ്സ് വരെയുള്ളവരിൽ വർക്ക് ചെയ്യുന്ന പോപ്പുലേഷന്റെ എണ്ണമാണ് ബേസിക്കലി അവിടെ റെപ്രസെന്റ് ചെയ്തത്. വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 2023-2024 കാലഘട്ടം, 2023 അത് 45.2 ആയിരുന്നപ്പോൾ ഇത് 46.9 ആണ് ബേസിക്കലി നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫീമെയിലിന്റെ കേസിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത് അത് ബേസിക്കലി 9.2 ആയിരുന്നു. പക്ഷെ അത് കുറഞ്ഞിരിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവായിട്ട് സ്ത്രീകള് മുൻപോട്ടേക്ക് കടന്നു വരുന്നത് മുഖാന്തരം അവർക്ക് കൂടുതലായിട്ട് പാർട്ടിസിപ്പേഷൻസ് വരുന്നു. സോ അവിടെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നു. കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസിന്റെ റിപ്പോർട്ട് പ്രകാരം അർബൻ ഏരിയയിലുള്ള മെയിൽ പോപ്പുലേഷന്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് 74.4%. അതേപോലെ തന്നെ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഫീമെയിലിന്റെ കാറ്റഗറിയിൽ അത് വന്നത് 25.6%-ഉമാണ് ബേസിക്കലി വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഹൈക്ക് വന്നിട്ടുണ്ട്. അത് ആദ്യം 67.7% അതിൽ നിന്നും 69.8% കാരണം നമുക്കവിടെ ഏറ്റവും ചൂസി ആയിട്ടുള്ള കോമ്പോണന്റ് അല്ലെങ്കിൽ ഏറ്റവും ചൂസി ആയിട്ടുള്ള പ്രിഫറൻസിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസില് ഫീമെയിൽസിന്റെ ആദ്യം നമുക്ക് മെയിൽ നോക്കാം, എന്നിട്ട് ഫീമെയിൽസ് നോക്കാം. മെയിലിന്റെ കണ്ടീഷനിൽ അത് 6.1% ആൻഡ് ഫീമെയിലിന്റെ കണ്ടീഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് 8.5%. അപ്പൊ ഇവിടെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഫുൾ ഡാറ്റയാണ് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതിന്റെ ബേസിസിലാണ് നമ്മളോട് കൂടുതലായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ ഉള്ളത്. ഇനി RBIയുടെ മോണിറ്ററി പോളിസി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ RBIയുടെ മോണിറ്ററി പോളിസിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ റിപ്പോ റേറ്റുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. റിപ്പോ റേറ്റിൽ ബേസിക്കലി പറയുന്നത് 6.5% വിച്ച് ഷുഡ് ബി കെപ്റ്റ് ആസ് സച്ച് എന്നാണ് പറയുന്നത്. കാരണം റിപ്പോ റേറ്റിലെ പോളിസി ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 2023 കണക്കാണ് പറയുന്നത്. കാരണം അതാണ് ഒഫീഷ്യൽ ആയിട്ട് അവർ ബേസ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഫെബ്രുവരി 2023 കണക്ക് പ്രകാരം അവര് ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നതിന് ഒരു സ്റ്റെബിലിറ്റി ഒറിജിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഫ്ലേഷനെ നമ്മൾ ടേം ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ടേം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്ത് എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു, ഹൗ ടു റെഗുലേറ്റ് ദ ഇൻഫ്ലേഷണറി കണ്ടീഷൻ, ഹൗ ടു മൊബിലൈസ് ഇറ്റ് അല്ലെങ്കിൽ ഹൗ ടു കർട്ടേൽ ഇറ്റ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ ക്രിയേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, വോക്കറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടിയാൽ ഇറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. സോ ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് എന്നുള്ള കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ബ്ലാക്ക് മണി കർട്ടെയിൽ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഒരു പാരലൽ എക്കോണമി ഇല്ലാണ്ടാക്കാനായിട്ടും നമുക്ക് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസ് കർട്ടെയിൽ ചെയ്യണം. അതിന് നമ്മൾ RBI ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ LPG റേറ്റ്സ്, അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷർ ആയിരുന്നു LPG റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റിപ്പോ റേറ്റ്സിന്റെ അത് നമ്മൾ ആക്ച്വലി എക്സാമിന് ഒരു മാസം മുമ്പുള്ള ഫിഗർ പഠിക്കുകയാണ് കൂടുതലായിട്ട് ഉചിതമുള്ളത്. ആൻഡ് നമ്മൾ 2024 ഫിഗേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്
റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 6.5%. റീസെന്റ് ആയിട്ടുള്ള ഫിഗർ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും. അതേപോലെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അത് ഇപ്പൊ പഠിക്കേണ്ട നിങ്ങൾ എക്സാമിന്റെ ഒരു 1 മന്ത് മുമ്പുള്ളത് നോക്കിയിട്ട് പോയാൽ മതി. 6.25% ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 6.75%. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് 6.75%. ഫിക്സഡ് റിസർവ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3.35% ആണ്. CRR എന്ന് പറയുന്നത് ഇത് ഏർലി ടൈംസിലാണ്, ഇത് നോക്കിയിട്ട് പോവാ, കാരണം 2024 മാർച്ച് ഫിഗേഴ്സിൽ എത്രയായിരുന്നു എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു. CRR കാരണം എക്കണോമിക് ഡൗൺ ടേൺസ് ഒക്കെ നടന്നൊരു ടൈമാണ്. CRR റേറ്റ് 4.5% ആണ്. ആൻഡ് SLR എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റുഡ് ഓൾമോസ്റ്റ് അറൌണ്ട് 18% ആണ്. അപ്പം ഈ ട്രെൻഡുകളെല്ലാം തന്നെ ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കോണമിയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റുലേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് മീഡിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. ഇനി നമ്മൾ 2025 ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6% നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ റേറ്റുകൾ എഴുതി വെക്കണം. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അത് കറന്റ് ആയിട്ടുള്ളതാണ്. 3.35% ആണ്. 3.35% ആണ് കാണിക്കുന്നത്. ഇനി SDFR എന്ന് പറയുന്നത് 2025 ആസ് ഓഫ് നൗ കാണിക്കുന്നത് 5.75% ആണ് കാണിക്കുന്നത്. അടുത്തത് MSFR റേറ്റ് നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ, അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.25%. April 9, 2025 പ്രകാരമാണ്. ദാറ്റ് ഇസ് 6.25% ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണ് ബാങ്ക് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് 6.5% ആണ്. ഇനി റിപ്പോ റേറ്റ് നമ്മൾ പറഞ്ഞു 6 ആണ്. ഇനി നമുക്ക് CRR SLR റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ CRR റേറ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അത് വരുന്നത് സെയിം തന്നെയാണ്. CRRലൊന്നും വലിയ രീതിയിലുള്ള ട്രാൻസിഷൻസോ ചേഞ്ചസോ വരാനായിട്ടുള്ള സാധ്യതകളില്ല. അടുത്തത് നമ്മുടെ SLR റേറ്റ് ആണ്. SLR റേറ്റ് എപ്പോഴും അത് എന്ത് തന്നെയായിരിക്കും, അതെപ്പോഴും 18% ആയിട്ട് തന്നെയായിരിക്കും തുടരുന്നത്. അപ്പം എല്ലാത്തിനും എന്തുണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാബുലേറ്റഡ് ഫിഗർ ഉണ്ട്. FRR റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയയിൽ പഠിക്കേണ്ട കാര്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ആക്ച്വലി 4 to 8th മൊഡ്യൂൾ വരെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ 8ാമത്തെ മൊഡ്യൂള് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ അകത്ത് 5ാമത്തെ മൊഡ്യൂൾ വി ജസ്റ്റ് ഫിനിഷ്ഡ് ഇറ്റ്. അതേപോലെ തന്നെ 7ാമത്തെ മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി വി ജസ്റ്റ് ഹാവ് 4th മൊഡ്യൂൾ ആസ് വെൽ as 6th മൊഡ്യൂൾ. ഇതിന്റെ അകത്ത് 4th മൊഡ്യൂളിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി എക്കണോമെട്രിക്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, അല്ലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അകത്ത് 2 types ഓഫ് ഇറേഴ്സ് വരുന്നുണ്ട്. Type 1, Type 2 ഇറർ, സിഗ്നിഫിക്കൻസ് ലെവൽ, പവർ ഓഫ് എ ടെസ്റ്റ് ബേസ്ഡ് ഓൺ നോർമൽ, T² F² ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ്. ഇത് ഓൾറെഡി നമ്മൾ എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ ഓൾറെഡി വരുന്ന കമ്പോണൻസ് ആണ്. എനിവേ വി വിൽ ഡിസ്കസ് ഇറ്റ്. പിന്നെ അതുപോലെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, കൺസെപ്റ്റ്സ് ഓഫ് സഫിഷ്യൻസി, UMVUE ആൻഡ് കംപ്ലീറ്റ്നെസ്, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻസ് ആണ് ഉള്ളത്. അടുത്ത മൊഡ്യൂളിന്റെ കേസിലേക്ക് പോയ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ്. പക്ക സ്റ്റാറ്റി മൊഡ്യൂൾ ആണ്. കാരണം അതിന്റെ അകത്ത് അനോവ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സ്പ്ലിറ്റിംഗ് ഡിസൈൻസ് അങ്ങനെ മുതലായിട്ടുള്ള ഡിസൈൻ ഫ്രെയിംവർക്സ് ആണ് വരുന്നത്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേഷൻസ് ആണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ആക്ച്വലി ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അത് ആരാണ്, അവർ പബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഓരോ മേഖലയിലുമുള്ള, ഇപ്പൊ സെക്സ് റേഷ്യോ ആണെങ്കിലും ഫെർട്ടിലിറ്റി റേറ്റ് ആണെങ്കിലും മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ എത്രയാണ് റേറ്റ്സ് എന്നുള്ളത് ഈ ഒരു അത് കറന്റ് ആയിട്ടുള്ളത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 തന്നെയാണ്. 6 നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു അനേമിക് ബാങ്ക് ഡാറ്റ അങ്ങനത്തെ മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. EPWRF ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഡാറ്റ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡാറ്റ കൺഫൈൻ ചെയ്യുന്ന ഡാറ്റകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അതിൽ നിന്നും
ധാരാളമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അകത്താണ് നമ്മുടെ അർബൻ അൺഎംപ്ലോയ്മെന്റ്, ഫീമെയില്, മെയില്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ മുതലായ കാര്യങ്ങൾ വരുന്നത്. 3 ടൈപ്പ് ഓഫ് മെഷർ പറഞ്ഞു. യൂഷ്വൽ, വീക്ക്ലി, കറണ്ട്. അതിന്റെ കൺഫർമേഷൻ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി, അതിന്റെ അകത്താണ് ഈ റിപ്പോ റേറ്റ്, SDFR, MSFR, ബാങ്ക് റേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ റേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഈ റേറ്റ് പഠിച്ചു വെക്കണം. കാരണം ഇതിൽ നിന്നും നിങ്ങളോട് ധാരാളമായിട്ട് ചോദ്യങ്ങൾ, ബേസിക്കലി ഈ ഫിഗേഴ്സ് റിലേറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ അതൊന്ന് അവെയർ ചെയ്ത്